വലിയൊരു തെരഞ്ഞെടുപ്പാണ് ഇന്നലെ കഴിഞ്ഞത്. തെരഞ്ഞെടുപ്പ് ആവേശം തീർന്നതോടെ രണ്ടുപേർ കിങ് മേക്കേഴ്സ് ആയിരിക്കുന്നു ഡൽഹിയിൽ. ഒന്ന് ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാർ, മറ്റൊന്ന് തെലുഗുദേശം നേതാവ് ചന്ദ്രബാബു നായിഡു. മോദിയുടെ മൂന്നാം ഊഴത്തിൽ കിങ് മേക്കേഴ്സ് ആണ് അവർ. പക്ഷേ അവരുടെ പങ്കെന്താണ് നമ്മൾ പരിശോധിക്കണം. കാര്യം കണ്ണ് തപ്പിയാൽ ഇന്ത്യ മുന്നണി അവരെ അടിച്ചു മാറ്റും. 24 ഒബ്സർവർ വരുന്നു ദിലീപ് കുമാർ. ഗുഡ് മോർണിംഗ് ദിലീപ് കുമാർ. ഡൽഹിയിൽ നടക്കുന്ന ചടുലമായ നീക്കങ്ങളിൽ അങ്ങയുടെ നിരീക്ഷണം എന്താണ്? ഗുഡ് മോർണിംഗ് SKN. ഇന്നിപ്പോൾ NDAയുടെയും ഇന്ത്യ സഖ്യത്തിൻ്റെയും നിർണായകമായ യോഗങ്ങൾ ഡൽഹിയിൽ നടക്കുകയാണ്. BJPക്ക് കേവല ഭൂരിപക്ഷം ലഭിച്ചിട്ടില്ല. അതേസമയം BJP സഖ്യത്തിനാണ് ഈ ഭൂരിപക്ഷം ലഭിച്ചിട്ടുള്ളത്. ആ സഖ്യത്തിലാകട്ടെ ഏറ്റവും പ്രധാനപ്പെട്ട കക്ഷികൾ ജനതാദൾ യുവും അതോടൊപ്പം തെലുഗുദേശവുമാണ്. ഈ രണ്ട് പാർട്ടികളുടെയും നേതാക്കൾ നിതീഷ് കുമാറും ചന്ദ്രബാബു നായിഡുവും തുടർന്ന് എന്ത് സമീപനം സ്വീകരിക്കുമെന്നതാണ് ഇപ്പോൾ ദേശീയ രാഷ്ട്രീയം ഉറ്റുനോക്കുന്നത്. ഇപ്പോൾ അവർ NDAയുടെ സഖ്യകക്ഷികൾ എന്ന് ആവർത്തിച്ച് പറയുന്നുണ്ട്. പക്ഷേ നിലപാട് മാറ്റാൻ ഒരു മടിയുമില്ലാത്തവരാണ് ഈ രണ്ടു നേതാക്കളുമെന്ന് നേരത്തെ തന്നെ തെളിയിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് BJP കേന്ദ്രങ്ങളുടെ ചങ്കിടിപ്പും ഇന്ത്യ നേതാക്കളുടെ പ്രതീക്ഷയും ഈ രണ്ടു നേതാക്കളിലായിട്ടുള്ളത്. നേരത്തെ ദേശീയ രാഷ്ട്രീയത്തെ സംബന്ധിച്ച് പല പ്രതിസന്ധികൾ ഉണ്ടായപ്പോഴൊക്കെ ചന്ദ്രബാബു നായിഡുവും നിതീഷ് കുമാറുമൊക്കെ ഇടപെട്ട ചരിത്രമുണ്ട്. BJPയെ സംബന്ധിച്ചാണെങ്കിൽ കഴിഞ്ഞ 10 വർഷക്കാലം യാതൊരു എതിർപ്പുമില്ലാതെ അവർ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഭരണമാണ് നടത്തിക്കൊണ്ടു പോയിരുന്നത്. പക്ഷേ മോദിയുടെ മൂന്നാം ഊഴത്തിൽ ആ തരത്തിലുള്ള ഒരു ഭരണം കാഴ്ചവെക്കാൻ BJPക്ക് കഴിയില്ല എന്ന കാര്യം വ്യക്തമായിരിക്കുകയാണ്. പ്രത്യേകിച്ച് വിവാദ വിഷയങ്ങളുടെ കാര്യത്തിൽ. വിവാദ വിഷയങ്ങൾ എന്ന് പറയുമ്പോൾ ഈ മണ്ഡല പുനർവിഭജന കാര്യമുണ്ട്, അതോടൊപ്പം തന്നെ ഏകീകൃത സിവിൽ കോഡുണ്ട്. അങ്ങനെ നിരവധി വിഷയങ്ങൾ ഇനിയിപ്പോൾ BJP സർക്കാർ നടത്താനിരിക്കുകയാണ്. നേരത്തെ തന്നെ അവർ പ്രഖ്യാപിച്ചിട്ടുള്ളതാണ്. മറ്റൊരു സുപ്രധാന കാര്യം, നേരത്തെ തെരഞ്ഞെടുപ്പിന് മുമ്പ് അവർ പ്രഖ്യാപിച്ചിരുന്നത് ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന നിലയിലേക്ക് മാറുമെന്നാണ്. പക്ഷേ ഈ കാര്യങ്ങളിലെല്ലാം ശക്തമായ വിയോജിപ്പുള്ളവരാണ് ചന്ദ്രബാബു നായിഡുവും നിതീഷ് കുമാറും എന്നുള്ളത് കൊണ്ട് തന്നെ ഈ നടപടികൾ, അതോടൊപ്പം തന്നെ സാമ്പത്തിക പരിഷ്കരണ നടപടികൾ, പൊതുമേഖലാ സ്ഥാപനങ്ങളെ വിറ്റഴിക്കുന്നതിനെതിരായ ശക്തമായ നിലപാട് നിതീഷ് കുമാർ നേരത്തെ തന്നെ സ്വീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ സാമ്പത്തിക പരിഷ്കരണ നടപടികളിലടക്കം BJPക്ക് നേരത്തെ കഴിഞ്ഞ 10 വർഷക്കാലത്തേതുപോലെയുള്ള ഒരു ഭരണം മൂന്നാം ഊഴത്തിൽ നടത്താൻ കഴിയില്ല എന്നതും വ്യക്തമായിരിക്കുകയാണ്. ഏതായാലും ഇന്ത്യ സഖ്യ നേതാക്കളുടെ പ്രതീക്ഷയും ഈ രണ്ടു നേതാക്കളിലാണ്. ഇതിനകം തന്നെ പ്രധാനമന്ത്രി അമിത്ഷാ എന്നിവർ ഇന്നലെ തന്നെ ചന്ദ്രബാബു നായിഡുവുമായി ടെലിഫോണിൽ സംസാരിച്ചിരുന്നു. ഇന്ത്യ സഖ്യത്തിൻ്റെ നേതാക്കളായിട്ടുള്ള ശരത് പവാറും മമതാ ബാനർജിയുമൊക്കെ ഈ രണ്ടു നേതാക്കളുമായും ബന്ധപ്പെട്ട് വരികയാണ്. അതുകൊണ്ട് വരും കാലത്ത് പെട്ടെന്നൊരു തീരുമാനം ഉണ്ടായില്ലെങ്കിലും വരും കാലത്ത് രാഷ്ട്രീയമാണ്, രാഷ്ട്രീയത്തിൽ സ്ഥിരമായ ശത്രുക്കളോ മിത്രങ്ങളോ ഇല്ല എന്നാണ് പതിവായി നേതാക്കൾ ആവർത്തിക്കുന്ന കാര്യം. അതുകൊണ്ട് തന്നെ വരും കാലത്ത് എന്തായിരിക്കുമെന്നത് അന്ന് കണ്ടറിയേണ്ട കാര്യവുമാണ്. SKN. ഓക്കെ, താങ്ക് യു ദിലീപ് കുമാർ. ഇനി നമ്മുടെ പൊളിറ്റിക്കൽ ഒബ്സർവർ അടുത്ത ദിവസം വരും.